സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിൽ 10ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും 150-ലധികം ആളുകൾ മണ്ണിനടിയിലുണ്ട്. അതിനിടെ ദുരിതബാധിത മേഖലകളിൽ നിന്നും സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നുവെന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അടക്കം തെരച്ചിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർ തുടരും. മടങ്ങുന്ന സംഘത്തിൽ നാവികസേന ഉദ്യോഗസ്ഥരുമുണ്ട്. സൈന്യത്തിന്റെ സേവനത്തിന് സർക്കാർ നന്ദി അറിയിച്ചപ്പോൾ ദുരന്തഭൂമിയിൽ ജനങ്ങൾ നൽകിയ സഹായത്തിന് സൈന്യവും നന്ദി പറഞ്ഞു. ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ പ്രവർത്തിച്ചതായും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. It is just possible because of their help. Every day we were going with the new hope, and just because of the support of the people and the morale of the troops, this could be possible. Now you are moving to our base. We are located at Kannur. We came all over from the Kannur to this place, so we are going back to Kannur. People of Kerala thanking you, sir. So we also reciprocate, and the media has been too supportive, and Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the government on 30th, and we have worked here hands in hand with each other, and that is how we could get the rescue in time, and we are there for the country, and it is our honor to serve our people. Thank you so much. Thank you. I am from Marathalai, how many of you are here? but we represent the team which has come from Trivandrum, Pangod. Pangod camp. You are from Pangod camp. Yes. How many of you reached here from Pangod? We were 6 officers, 6 JCOs and 155 other ranks. Okay. How was the experience here? Experience, as I have said earlier also, we were given a task and we did our task. That is all what I can say about my experience here. Though we were effectively supported by all civil administration and the police and the other government authorities. Okay. ഈ ദുരന്തഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ്. എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക, സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ബെയിലി പാലം നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാദൌത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു. ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചാണ്. യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദാറ്റ് ദി പീപ്പിൾ, ലോക്കൽ പീപ്പിൾ ഗേവ് ടു യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ഗവൺമെന്റ്. എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. എല്ലാ പിന്തുണയും, അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ us. We salute you all. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, കേരളം സമാനതകളില്ലാത്തൊരു ദുരന്തം നേരിട്ടപ്പോൾ നമ്മൾ എന്നും നന്ദിയോടെ ഓർക്കേണ്ടത് ഈ സൈന്യത്തെയാണ്, സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ. ബെയിലി പാലം നിർമ്മാണം മുതൽ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അവർ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൈന്യം ഭാഗികമായി അവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ
എങ്ങനെയാണ് അവരുടെ പ്രവർത്തനത്തെ നോക്കിക്കാണേണ്ടത്? അതോടൊപ്പം ചില സൈന്യത്തിലെ ചില വിഭാഗം അവിടെ, ഒരു വിഭാഗം ആളുകൾ ഇവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ ഇനിയും അവർ ഭാഗമാകുന്നുണ്ടോ ഡാൻ? ഈ ഒരു ദുരന്തം ജൂലൈ മാസം 30-ാം തീയതി അർദ്ധരാത്രി ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ചൂരൽമലയിലേക്ക് ഓടിയെത്തുന്നത് കൽപ്പറ്റ യൂണിറ്റിലെയും മേപ്പാടി യൂണിറ്റിലെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്നു. അവരവിടേക്ക് അവരുടെ എല്ലാ സംവിധാനങ്ങളുമായി ഓടിയെത്തി ഈ മുണ്ടക്കയെയും ചൂരൽമലയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം ഒലിച്ചു പോയ സാഹചര്യത്തിൽ അവരുടെ കൈവശമുള്ള തുണികളും ഏണിയും അത് ഒരുമിച്ച് ചേർത്ത് കെട്ടിയാണ് മുകളിൽ കുടുങ്ങിക്കിടന്ന 600-ലേറെ പേരെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തി അതിസാഹസികമായി റോപ്പ് വേയിലൂടെ ഈ താഴേക്ക് എത്തിച്ചത്. അങ്ങനെ അവരെ അവിടെ എത്തിച്ചതിന് ശേഷം ഈ രക്ഷാദൌത്യ സംഘത്തിന് മുകളിലേക്ക് 8 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. ചൂരൽമലയിൽ നിന്ന് ഈ വെള്ളാർമല ഭാഗത്തേക്ക്, പൊഞ്ചിരിമട്ടത്തേക്ക് എത്താൻ, ആ ഭാഗത്തേക്ക് വേഗത്തിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അതിന് ഏക പോംവഴി എന്ന് പറയുന്നത് പാലം അടിയന്തരമായി പുനർനിർമ്മിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ബംഗളൂരുവിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഒരു സംഘം സൈനിക ഉദ്യോഗസ്ഥർ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തുന്നത്. ആ ഹെലികോപ്റ്ററിൽ 2 ഹെലികോപ്റ്ററുകളിലായി കൽപ്പറ്റയിലേക്ക് എത്തിയ സൈനിക ഉദ്യോഗസ്ഥർ കൂടി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതോടെയാണ് രക്ഷാദൌത്യത്തിന് വേഗം കൈവന്നത്. ആ വേഗതയിൽ അവരാണ് ഹെലികോപ്റ്ററിൽ നമുക്ക് പെട്ടെന്ന് നടന്നെത്താൻ കഴിയാത്ത സൂചിപ്പാറയിലെയും കാന്തൻപാറയിലെയും സൺറൈസ് വാലിയിലെയും ഒക്കെ സ്ഥലങ്ങളിൽ ചാലിയാർ പുഴയിലടക്കം വിശദമായ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ആ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് നേവി ഉദ്യോഗസ്ഥർ അടക്കം ഇന്ന് കണ്ണൂരിലെയും തിരുവനന്തപുരം പാങ്ങോടിലെയും ബംഗളൂരുവിലെയും അടക്കം വിവിധ റെജിമെന്റുകളിലേക്ക് മടങ്ങുന്നത്. പക്ഷേ തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അടക്കം അടുത്ത ദിവസം ഇവിടേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഭാഗികമായി സൈനിക ഉദ്യോഗസ്ഥർ സേവനം ദുരിതഭൂമിയിൽ ഉണ്ടാകും. തിരച്ചിൽ ദൌത്യങ്ങളിൽ അവരും പങ്കാളികളാകും. പക്ഷേ ദൌത്യത്തിന് നേതൃത്വം നൽകിയ മേജർ കമാൻഡോസ് അടങ്ങുന്ന സംഘമാണ്, അവരിൽ ഒരു വിഭാഗമാണ് ഇന്ന് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സൈന്യത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം വ്യക്തമാക്കിയത്. സൈനിക ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും നാട്ടുകാരും നൽകിയ സേവനത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കൽപ്പറ്റയിലെ കലക്ടറേറ്റ് വളപ്പിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ടോം, ഡാൻ, ഇപ്പോൾ സൈന്യം പോകുന്നു, പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും മണ്ണിനടിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഈ 10-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് ഡാൻ? ചാലിയാർ പുഴയുടെ തീരങ്ങളിലും അതോടൊപ്പം സൺറൈസ് വാലിയിലുമാണ് പ്രധാനമായി ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഹെലികോപ്റ്ററുകളിൽ കടാവർ നായ്ക്കളെ എത്തിച്ച് ഈ മണം പിടിച്ച് മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള കടാവർ നായ്ക്കളെ അടക്കം ഹെലികോപ്റ്ററിൽ ഈ സൂചിപ്പാറയിലെയും സൺറൈസ് വാലിയിലെയും കാന്തൻപാറയിലെയും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്. സ്വാഭാവികമായി ഈ സ്ഥലങ്ങളിൽ വീണ്ടും അതേ ഗതിയിൽ തന്നെ പരിശോധന തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി സർക്കാർ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. മന്ത്രിതല ഉപസമിതി ഇവിടെ തുടർന്നുകൊണ്ടാണ് ഇത് ഏകോപിപ്പിക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പമാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഈ ഹെലികോപ്റ്ററിൽ നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ ഈ സൈനിക ഉദ്യോഗസ്ഥരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ, അതായത് വിവിധ സ്ഥലങ്ങൾ തിരിച്ചുകൊണ്ടുള്ള സെക്ടറുകൾ തിരിച്ചുകൊണ്ടുള്ള പരിശോധനയും തുടരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം സെന്റിനൽ റോക്സിൽ, അതായത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന വഴിയിലുള്ള സെന്റിനൽ റോക്സിന്റെ സമീപത്തേക്ക് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം 12 സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തിരുന്നു. അതായത് അവർ തെർമൽ ഇമേജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് ഇങ്ങനെ 12 സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തത്. ഈ സ്ഥലങ്ങളിൽ വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് മാറ്റി ആ മണ്ണിൽ പൊതിഞ്ഞു പോയ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധന കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയതാണ്. പക്ഷേ 10 അടി ഉയരത്തിൽ വരെ മണ്ണും പാറക്കല്ലുകളും ഉയർന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഏറെ ദുഷ്കരമായ ദൌത്യത്തിലൂടെയാണ് ആ കല്ലുകൾ തള്ളി നീക്കി ആ മണ്ണിൽ പൊതിഞ്ഞു പോയിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഡാൻ, ഈ വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണോ? അവരെ ഏതെങ്കിലും കൃത്യമായി അവർക്കൊരു പുനരധിവാസം നൽകേണ്ട ഒരു നടപടികൾ അതെങ്ങനെയാണ്? കാരണം വീട് നിർമ്മിച്ചു നൽകും, അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് അത്തരം ആലോചനകളുണ്ട്, അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണോ, അതോ ഇവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു താൽക്കാലികമായി വീടോ മറ്റോ സംവിധാനങ്ങളോ ഒരുക്കുന്നുണ്ടോ ഡാൻ? ടോം, 13 സ്ഥലങ്ങളിൽ ആണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൽപ്പറ്റയ്ക്ക് സമീപം മേപ്പാടി ഭാഗത്തൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങൾ, ഭവനം നഷ്ടപ്പെട്ട നിരാലംബരായ നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട്. അതോടൊപ്പം ബന്ധുവീടുകളിലേക്ക് അഭയം തേടി പോയവരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയവരുണ്ട്. ഈ ക്യാമ്പുകളിൽ എത്താൻ കഴിയാതെ വനമേഖലയിൽ ഈ കുടുംബമായി കഴിയുന്ന ഗോത്ര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് ഈ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കത് കാണാതിരിക്കാൻ കഴിയില്ല. 10 ദിവസം പിന്നീട് ഈ ദുരന്തമുണ്ടായിട്ട് അപ്പോൾ ഈ രക്ഷാദൌത്യം ഒരു പരിധിവരെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകൾ അത് ഒരു കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ ദൌത്യം പല സ്ഥലങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 152 കാണാതായവരെ കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിലൊരു ധാരണയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഈ പുനരധിവാസം സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുകയുള്ളൂ. 50-ലേറെ ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നതോടെ വയനാടിന് വേണ്ടി ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ടോം, അതാണ് ശനിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ എത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഏതൊക്കെ മേഖലകളായിരിക്കും സന്ദർശിക്കുക? ദുരിതബാധിത മേഖലകൾക്കൊപ്പം ഈ ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഉൾപ്പെടെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ടോ? എന്താണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡാൻ? കളക്ടറേറ്റിൽ അല്പസമയം മുമ്പാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ SPG ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ നടന്നിരിക്കുന്നത്. അതിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ശനിയാഴ്ച രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിലെത്തും. വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഈ ദുരന്തബാധിത മേഖലകൾ, അതായത് പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകൾ ഹെലികോപ്റ്ററിൽ തന്നെ വ്യോമമാർഗം അദ്ദേഹം നിരീക്ഷിക്കും. അതിനുശേഷം SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ കൽപ്പറ്റയിൽ ഇറങ്ങിയതിനു ശേഷം റോഡ് മാർഗം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി തിരികെ കൽപ്പറ്റ ഭാഗത്തേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മേപ്പാടിയിലും കൽപ്പറ്റയിലുമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. SPGയുടെ സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായ വിലയിരുത്തലുകൾക്ക് ശേഷമേ പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സൂചന പുറത്തുവരികയുള്ളൂ. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടെ ദുരിതബാധിത മേഖലകളിൽ 10ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കിടക്കുന്നു. അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച കൽപ്പറ്റയിലെത്തും. ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആലപ്പുഴ സർക്കാർ സ്കൂളിലേക്ക് തോക്കുമായി എത്തി പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെയാണ് സംഭവം. സഹപാഠിക്ക് നേരെ വെടിയുതിർത്തതായി പറയുന്നുണ്ടെങ്കിലും പോലീസ് ഇത് തള്ളിക്കളയുന്നുണ്ട്. ഉപയോഗശൂന്യമായ എയർഗണ്ണാണ് കൊണ്ടുവന്നതെന്നാണ് പോലീസ് ഭാഷ്യം. നിസാര വഴക്കിനെ തുടർന്നാണ് വിദ്യാർത്ഥി തോക്കുമായി എത്തിയത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്ത് ഒരു വനിതാ ഡോക്ടർ യുവതിയെ വീട്ടിലെത്തി വെടിവെച്ച സംഭവം, അതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ ആലപ്പുഴയിലെ ഒരു സർക്കാർ സ്കൂളില് തോക്കുമായി ഒരു വിദ്യാർത്ഥി എത്തുന്നു. ഇത് എങ്ങനെയാണ് ഈ വിദ്യാർത്ഥിയുടെ കൈവശം ഈ തോക്കെത്തിയത്? ഈ സഹപാഠികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ ഉദ്ദേശം ഈ കൊലപ്പെടുത്തുകയായിരുന്നോ? വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടെ, അതോ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണോ ഈ പ്ലസ് 1 വിദ്യാർത്ഥി തോക്കുമായി സ്കൂളിലെത്തിയത്?
ടോം, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ നഗരത്തിലെ സർക്കാർ സ്കൂളിലാണ് എയർഗണ്ണുമായി തോക്കുമായി ഒരു വിദ്യാർത്ഥി ആ സ്കൂളിലേക്ക് എത്തിയത്. അതായത് ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾ തമ്മിൽ +1 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് ഈ രാവിലെ നടന്ന സംഘർഷത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ വൈകിട്ട് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തു വെച്ചും സംഘർഷം നടന്നു. ഈ സംഘർഷത്തിനിടയിലാണ് അതായത് പൂങ്കാവ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കയ്യിൽ എയർഗൺ ഉള്ളതായി അധ്യാപകരടക്കം കാണുന്നത്. അതായത് ഈ എയർഗൺ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി നൽകിയിട്ടുള്ളത്. മർദ്ദിച്ച ശേഷം എയർഗൺ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഒപ്പം തന്നെ തങ്ങളെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അതായത് അടിയേറ്റ വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് സ്കൂളിലെ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ HMന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗത്ത് പോലീസിന് വിവരം കൈമാറിയത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഇത്തരത്തിൽ തോക്ക് വിദ്യാർത്ഥി സ്കൂളിൽ കൊണ്ടുവന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഈ എയർഗൺ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള എയർഗൺ ആണ് അതെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. പഴക്കമുള്ള ഗണ്ണാണ്. ഈ ഗണ്ണ് ഈ കുട്ടിക്ക് ലഭിച്ചത് ഈ കുട്ടിയുടെ തന്നെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ എയർഗൺ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് മറ്റേ കുട്ടി പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനകത്ത് സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പക്ഷെ കേസ് എടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തോക്ക് പോലീസ് നടത്തിയ പരിശോധനയിൽ തോക്കിന്റെ ബാരൽ അത് ബ്ലോക്ക് ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് അത്തരത്തിൽ പഴക്കം ചെന്ന ഒരു തോക്കാണ്, ഉപയോഗശൂന്യമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനം പറയേണ്ടത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള ബാലസ്റ്റിക് വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇത്തരത്തിൽ ബാലസ്റ്റിക് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഈ തോക്ക് അയച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനകത്ത് ഈ തോക്കും ഒപ്പം തന്നെ മറ്റൊരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ കത്തി അല്ല കുട്ടി സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു പേനാ കത്തിയാണ് ഈ കുട്ടിയുടെ കയ്യിൽ ആ സമയത്ത് സംഘർഷം നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു പേനാ കത്തി ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇവരൊക്കെ ഈ കുട്ടികൾ തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടാവാറുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന ചില കുട്ടികളാണ് എന്നുള്ള വിവരമൊക്കെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം നോക്കിക്കാണുന്നത്. എന്ത് തോക്കാണെങ്കിലും ഇപ്പോൾ എയർഗൺ ആണെങ്കിലും അത് അത്തരത്തിലൊരു വിദ്യാർത്ഥി തോക്കുമായി കാരണം ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ശരണ്യ. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി തോക്കുമായി എത്തി വെടിയുതിർത്ത സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഉപയോഗശൂന്യമായ തോക്കാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? ഒരു 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് അതിൻ്റെ പക വീട്ടാൻ, പ്രതികാരം വീട്ടാൻ വേണ്ടി തോക്കുമായി സ്കൂളിലെത്തുക, ഇത് പോലീസ് എങ്ങനെയാണ് ഈ കേസിനെ സമീപിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥിയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. സാധാരണ അമേരിക്കയിലൊക്കെ നമ്മൾ കാണാറുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ തോക്കുമായി എത്തി വെടിയുതിർത്ത് കൂട്ടക്കുരുതി നടത്തുന്ന സംഭവങ്ങളൊക്കെ. അതുപോലുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളം മാറുന്നു എന്നുള്ളതല്ലേ ഈ വിഷയത്തെ ഏറെ ഗൗരവമായി സമീപിക്കേണ്ടത്? പോലീസ് ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ കൈവശം തോക്കും പേനാക്കത്തിയും ഒക്കെ ഉള്ള വിവരം ഈ മാതാപിതാക്കൾക്ക്, വീട്ടുകാർക്ക് അറിയാമായിരുന്നോ? അവരെന്താണ് പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശരണ്യ? ടോം, രക്ഷകർത്താക്കൾക്ക് ഇത് സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ചില പരാതികൾ സ്കൂൾ അധികൃതർ ഉന്നയിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി മാത്രമല്ല, തോക്ക് കൊണ്ടുവന്നത് ആലപ്പുഴ നഗരത്തോട് ചേർന്നുള്ള പൂങ്കാവ് എന്ന പ്രദേശത്തുള്ള ഒരു കുട്ടിയാണ് തോക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മറിച്ച് ഇതിൽ 3 കുട്ടികൾക്കെതിരെയാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 വിദ്യാർത്ഥികൾ ട്വിൻസ് ആണ്, അവരെ ഇരട്ട കുട്ടികളാണ്. അവർ വീട്ടിലെ അവരുൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ, ഈ തോക്ക് കൊണ്ടുവന്ന കുട്ടി ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. പക്ഷേ ഈ തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും കേസ് ഇവിടെ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തേനെ. പക്ഷേ എങ്കിൽ പോലും ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അത്തരത്തിൽ തോക്കുമായ ഒരു വിദ്യാർത്ഥി ഒരു രാവിലെ സംഘർഷമുണ്ടാകുന്നു, വൈകിട്ട് ആ സംഘർഷത്തിന്റെ ബാക്കി ഭാഗം എന്നോളം ഇത്തരത്തിൽ തോക്കുമായി എത്തി സ്കൂളിനകത്ത് നടന്ന സംഘർഷം സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയി അവിടെ വെച്ച് ഇത്തരത്തിൽ തോക്ക് ചൂണ്ടുന്ന അല്ലെങ്കിൽ കയ്യിൽ പേനാക്കത്തി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന തീർച്ചയായും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ആ തോക്ക് ഉപയോഗശൂന്യമാണോ അല്ലെങ്കിൽ അത് മറ്റു രീതിയിൽ ഉപയോഗിച്ചോ എന്നുള്ളതല്ല
എന്നുള്ളതല്ല, മറിച്ച് ഒരു തോക്കുമായി വിദ്യാർത്ഥി സ്കൂളിൽ വന്നു, അത് എയർഗൺ ആണ് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. സ്വാഭാവികമായും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം നോക്കിക്കാണുന്നതും. അതുകൊണ്ട് തന്നെ സൗത്ത് പോലീസ് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ അവര് ആ റെയ്ഡ് അത് അത്ര ഗൗരവത്തോടു കൂടി കണ്ടതുകൊണ്ട് തന്നെയാണ് പോലീസ് കുട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ഇത്തരത്തിൽ തോക്ക് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കത്തി കണ്ടെത്തിയത് അത് ആ വീട്ടിൽ നിന്നുള്ള മറ്റൊരു കത്തിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം അതൊരു പിടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾ നൽകിയ മൊഴി പ്രകാരം പേനാക്കത്തി ഉണ്ടായിരുന്നു എന്നുള്ളത്, ഈ കുട്ടിയുടെ കയ്യിൽ പേനാക്കത്തി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് കുട്ടികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെ കാണുന്നു. അത്തരത്തിൽ അക്രമവാസനയുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഇതിനകത്ത് എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അത്തരത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മറിച്ച് വെടിയുതിർത്തോ അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ, തുടരന്വേഷണത്തിൽ അത്തരം ഒരു ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടോം, ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ശരണ്യ? കാരണം തോക്കുപയോഗിച്ച് വെടിയുതിർത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും വ്യക്തമായ ഒരു കാര്യം പറയുന്നില്ല. പോലീസ് പറയുന്നുണ്ട് തോക്ക് വെടിയുതിർത്തിട്ടില്ല എന്ന്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ആദ്യം പരന്നല്ലോ. ഈ തോക്കുകൊണ്ട് സഹപാഠിയെ ആക്രമിച്ചു, മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടതല്ലേ? 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഇത് പുറത്തറിയാതിരുന്നത്? സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നില്ലേ? ഇത് രാവിലെ സ്കൂളിൽ വെച്ച് +1 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാവുകയും അതിനകത്ത് ഈ അത്തരത്തിൽ എയർഗൺ അടക്കം കാണുകയും ചെയ്തു എന്ന് വിദ്യാർത്ഥികൾ നൽകി. ഈ വിദ്യാർത്ഥികൾ പറഞ്ഞ ഒരു അറിവ് പ്രകാരം ആ വിവരം ലഭ്യമായ ഉടൻ തന്നെ സ്കൂൾ അധികൃതർ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് അവരെ പോലീസിനെ ബന്ധപ്പെടുകയും ഈ വിവരം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഈ നടന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്കൂൾ അധികൃതർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ എയർഗൺ ഉപയോഗിച്ചു എന്ന എയർഗൺ കൊണ്ടുവന്ന കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടികൾ വന്നത് പിന്നീട് ഇവരിൽ നിന്ന് ലഭ്യമായ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ നിന്ന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ അധികൃതർ പോലീസിന് വിവരം കൈമാറിയത്. അതുകൊണ്ടാണ് അതിനകത്ത് ഒരു കാലതാമസം വന്നത്. തുടർന്ന് ഈ സ്കൂൾ അധികൃതർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഒന്നാമത് ഇതിനകത്തൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നു എന്നുള്ളത് ജുവനൈലാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, +1 വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടിക്രമങ്ങളിൽ പോലീസിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ, മറിച്ച് അവിടെ ഒരു വെടിയുതിർക്കൽ ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യമായ തീർച്ചയായും അത്തരം നടപടികളിലേക്ക് ഇവിടെ സൗത്ത് പോലീസിന് കടക്കാനാകുമായിരുന്നു. മറിച്ച് ഇത്തരം കാര്യങ്ങൾ തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള അത്തരത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ള അത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മറിച്ച് ഈ തോക്ക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭ്യമായതിനു ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. വിദേശ രാജ്യങ്ങളിൽ ഈ തോക്ക് കൊണ്ടുള്ള ആക്രമണങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത്ര സുപരിചിതമായിരുന്നില്ല ഇതുപോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷേ ഈ സമീപകാലത്ത് ഇതുപോലെ കോതമംഗലത്ത് 2 വർഷം മുൻപ് കോതമംഗലത്ത് ഒരു ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിനിയെ, മാനസ എന്ന വിദ്യാർത്ഥിനിയെ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം, അതിനുശേഷം പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ നടന്ന വെടിവെപ്പ്, തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയൊരു വനിതാ ഡോക്ടറാണ് യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ഇത്തരം വാർത്തകൾ ഇപ്പോൾ പതിവായി കേൾക്കുന്നു. എങ്ങനെയാണ് ഇവർക്ക് തോക്ക് ലഭിക്കുന്നത്? ഓൺലൈൻ വഴി വരെയും തോക്കുകൾ, ഈ എയർ പിസ്റ്റളുകൾ ലഭ്യമാണ് എന്നുള്ളത് നമ്മുടെ പോലീസ് ഏറെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഓൺലൈൻ തട്ടിപ്പിനിരയായി യാക്കോബായ സഭയുടെ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഓൺലൈൻ തട്ടിപ്പിനിരയായി യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് 15 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തത്. കൂറിലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചു. വീഡിയോ കോൾ ചെയ്ത് വെർച്വൽ അറസ്റ്റിലാണെന്നും അറിയിച്ചു.
സ്വന്തം അക്കൗണ്ടിൽ നിന്നും സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നുമായി 15 ലക്ഷം രൂപയാണ് മാർ കൂറിലോസ് നൽകിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം ഏറെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കാരണം ഏതാനും നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിൽ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചിയിൽ ഒരു വൈദികൻ, ഹണി ട്രാപ്പിൽപ്പെട്ട വൈദികന് പണവും മൊബൈൽ ഫോണും ഉൾപ്പെടെ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഒരു മെത്രാപ്പോലിത്തയെ കബളിപ്പിക്കുന്ന ഓൺലൈൻ വഴി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തൊരു സംഭവം ഉണ്ടാകുന്നു. ഇതിന് പിന്നിൽ ഒരു വടക്കേന്ത്യൻ ലോബിയാണ്, തട്ടിപ്പ് സംഘമാണെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി. അതിൻ്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചില പിശകുകളും റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് സെറ്റിൽമെന്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല. സെറ്റിൽമെന്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. മറിച്ച് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് പറയാം. 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ID-യിലാണ് ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു. എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ, കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല. ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഞാൻ വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ID ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം. എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ID ആണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട്. അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. ശശിനാരായണൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഒരു മെത്രാപ്പോലിത്തയെ കബളിപ്പിച്ച് പണം തട്ടുന്നു. അദ്ദേഹം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള തുക തട്ടിപ്പ് സംഘം കൈക്കലാക്കിയെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർ കൂറിലോസ് പറയുന്നത് അങ്ങനെ ഒരു സെറ്റിൽമെന്റ് അടിസ്ഥാനത്തിൽ താൻ തുക നൽകിയിട്ടില്ല എന്നാണ്. കാരണം പോലീസ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പരാതി അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. ഏത് രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു? തട്ടിപ്പിന് ശ്രമിച്ചു എന്നാണോ അതോ പണം തട്ടിയെടുത്തു എന്നാണോ ഈ മാർ കൂറിലോസ് വ്യക്തമാക്കുന്നത്? ശശിനാരായണൻ, ടോം, ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം മാർ കൂറിലോസിനെ പോലെ വളരെ വിദ്യാഭ്യാസവും സാമൂഹ്യ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയെ ഓൺലൈൻ തട്ടിപ്പുകാർ പണം തട്ടിയെടുത്തു എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യം പൊതുസമൂഹം അറിയണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായത്. കാരണം ഈ കഴിഞ്ഞ 2-ാം തീയതിയാണ് മുംബൈ ആസ്ഥാനമാക്കി സൈബർ സെല്ലിൽ നിന്നൊരു കോള് അദ്ദേഹത്തിന് വരുന്നു. അതിനകത്ത് താങ്കൾക്ക് മുംബൈയിലുള്ള നരേഷ് ഗോയൽ എന്ന കള്ളപ്പണ തട്ടിപ്പ് കേസിലെ താങ്കളും പ്രതിയാണെന്ന് ഈ തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷമാണ് കേസുണ്ട്, അത് താങ്കൾ അതിന് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെർച്വൽ, അതായത് വീഡിയോ കോളിൽ വെർച്വൽ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി 2.5 ദിവസം വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. ആ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ 15 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം കേസ് ഇല്ലാതാക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പെർമിഷൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിന് ജഡ്ജി വരുന്നു, CBIയുടെ ഓഫീസിന്റെ ചിത്രങ്ങൾ കാണിക്കുന്നു, വീഡിയോയിൽ കൂടി തന്നെ CBI ഓഫീസിന്റെ ചില ദൃശ്യങ്ങൾ കാണിക്കുന്നു. പിന്നെ ഓൺലൈൻ കോടതിയിൽ
ജഡ്ജിയുടെ സൗണ്ട് മാത്രമേ, പക്ഷെ കോടതി കാണിക്കുന്നു. ഇത്തരത്തിൽ വളരെ സമർത്ഥമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിന്നും 15 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു. 13 ലക്ഷം രൂപ മാത്രമാണ് എന്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നു കുർലോസ്. അതുപോരാ, 1,70,000 രൂപ കൂടി വേണമെന്ന് പറയുന്നു. അങ്ങനെ അക്കൗണ്ട് അയച്ചു കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എല്ലാം അയച്ചു കൊടുക്കുന്നു. ആ അക്കൗണ്ട് പരിശോധിച്ചതിന് ശേഷം CBI ഉദ്യോഗസ്ഥൻ പറയുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുള്ള ഒരു അക്കൗണ്ടിലേക്ക്, മുംബൈയിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് താങ്കൾ പണം അടയ്ക്കണം, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നും പറയുന്നു. അങ്ങനെ തുടർന്ന് മുംബൈയിലുള്ള യെസ് ബാങ്കിലേക്കും അതുപോലെ തന്നെ ജയ്പൂരിലുള്ള IOB ബാങ്കിന്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ കുർലോസ് അയച്ചു കൊടുക്കുന്നു. 13 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെയും 1,70,000 രൂപ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൂടിയാണ് അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിൽ, ഓൺലൈൻ കോടതിയിൽ നിന്ന് വ്യാജേനയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അവിടെ ഹാജരാക്കുന്നു. അവിടെ വെച്ച് ജഡ്ജി പറയുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു, നേരിട്ട് സംസാരിക്കുകയും പണം അടയ്ക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ആള് ഈ പണം തട്ടിയെടുത്ത് എന്നിട്ട് കേസ് സെറ്റിൽമെന്റ് ആയതിനു ശേഷം കോടതിയുടെ ജഡ്ജ്മെന്റ് കോപ്പി, സുപ്രീം കോടതിയുടെ എംബ്ലമുള്ള ജഡ്ജ്മെന്റ് കോപ്പി അദ്ദേഹത്തിന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നു. പണം കൈപ്പറ്റിന്റെ റെസീപ്റ്റ് അയച്ചു കൊടുക്കുന്നു. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ എല്ലാം പൂർണ്ണമായ തെളിവുകളുള്ള രീതിയിലാണ്, സത്യസന്ധമായുള്ള രീതിയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ സമർത്ഥമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ ഒരു കേസാണത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനുശേഷം ഈ CBI ഉദ്യോഗസ്ഥൻ കേസെല്ലാം അവസാനിപ്പിച്ചതാണ്. കാരണം ഇതുപോലെ മാർ കുർലോസിനെ പോലെ ഇത്രയും ഈ സാമൂഹ്യ ബോധമുള്ള, കൃത്യമായ വാർത്തകളൊക്കെ നിരീക്ഷിക്കുന്ന, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ഇരയായത് എന്നുള്ളതാണ് ഏറെ അമ്പരിപ്പിക്കുന്ന കാര്യം. നേരത്തെ ശശിനാരായണൻ തന്നെ സൂചിപ്പിച്ചത്, ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പിന്, ഓൺലൈൻ തട്ടിപ്പിനൊക്കെ ഇരകളാകുന്നത്. എങ്ങനെയാണ് തട്ടിപ്പാണെന്ന് പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞത്? ടോം, ഈ ജഡ്ജ്മെന്റ് കോപ്പിയെല്ലാം അയച്ചു കൊടുത്തതിനു ശേഷം CBI ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ഞാനാണ് താങ്കളെ രക്ഷിച്ചത്, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അവർ പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല, ഞാൻ എന്റെ കയ്യിൽ ഉള്ള പണമെല്ലാം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അതെല്ലാം എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയാൽ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം അപ്പോഴാണ് ഈ കുർലോസിന് ഒരു CBI ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇത്തരത്തിൽ ഒരു പണം ആവശ്യപ്പെടില്ല എന്നൊരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ സൈറ്റുകൾ പരിശോധിക്കുമ്പോഴാണ് സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ ഇത്തരത്തിൽ ഈ സംഘം നടത്തിയിട്ടുള്ളതായി കണ്ടെത്തുകയും പിന്നീട് പോലീസിലേക്ക് കീഴ്വായൂർ പോലീസിൽ പരാതി നൽകുകയും സൈബർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, തന്നെ പോലെ ഇത്തരത്തോളം ഈ വിദ്യാഭ്യാസവും സാമൂഹിക പരിജ്ഞാനമുള്ള വ്യക്തിയെ തട്ടിപ്പെടുന്ന സാധാരണപ്പെട്ട ആളുകൾക്ക്, ഏതെല്ലാം ആളുകൾ ഇത്തരത്തിൽ ഈ സംഘത്തിന്റെ വലയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഒരു അവയർനെസ് എന്ന നിലയ്ക്ക് തന്നെയാണ് തട്ടിപ്പ് നടന്നിട്ട് പോലും താൻ മാധ്യമങ്ങളിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് കുർലോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ അതിവിദഗ്ധമായ രീതിയിൽ 15 ലക്ഷം രൂപ ഈ ഒരു പുരോഹിതന്റെ ഇന്ന് തട്ടിയെടുത്തു എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതും വളരെ ഒറിജിനൽ റെസിപ്റ്റുകൾ കാണിക്കുന്നു, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് കാണിക്കുന്നു, അതുപോലെ തന്നെ ബാങ്കിലേക്ക് പണം അടയ്ക്കുന്നതിന്റെ റെസിപ്റ്റ് കാണിക്കുന്നു. ഇത്തരത്തിലെല്ലാം വാട്സാപ്പിൽ അപ്പം പണം അടയ്ക്കുമ്പോൾ തന്നെ വാട്സാപ്പിലേക്ക് റെസിപ്റ്റുകൾ ഈ സംഘം അയച്ചു കൊടുക്കുകയാണ്. സുപ്രീം കോടതി ഹാജരാക്കിയതിന്റെ രേഖകൾ അയച്ചു കൊടുക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു തരത്തിലും ഇത് വിശ്വസിക്കാൻ, കുർലോസ് പറയുന്നതാണ്, നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ. അവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം CBI ചോദ്യം ചെയ്യുന്ന പോലാണ് ചോദ്യം ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. പക്ഷേ കുർലോസ് പറയുന്ന ഒരു കാര്യം, താൻ നിരപരാധിയാണ്, താൻ ഒരു കേസിനും അകപ്പെട്ടില്ല. പക്ഷേ തന്റെ കുർലോസിന്റെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടുകൂടെ തന്നെ മുംബൈയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, ആ പ്രതി ആണ് താങ്കൾ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ താങ്കളെ ഒഴിവാക്കണമെങ്കിൽ ഈ പണം തിരിച്ചടച്ചെങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് CBI ഉദ്യോഗസ്ഥർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുർലോസ് പണം അയച്ചു കൊടുത്തെന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ്. ഇത്രയും ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എന്തായാലും ശശിനാരായണൻ, മാർ കുർലോസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ സൈബർ തട്ടിപ്പുകളുടെ എണ്ണം ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തെ കണക്ക് വിവിധ ജില്ലാ പോലീസ് മേധാവികൾ പുറത്തുവിട്ടപ്പോൾ ഏകദേശം കേരളത്തിലെമ്പാടുമായി കഴിഞ്ഞ 6 മാസത്തിനിടെ 500 കോടി രൂപയോളം തട്ടിപ്പ് നടന്നു എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ഈ കേസുകളിലൊന്നും ഏതാനും ചില ആളുകളെ മാത്രമാണ്, തട്ടിപ്പ് സംഘത്തെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ തട്ടിപ്പ് സംഘം കൊണ്ടുപോയ കോടികളിൽ 5% മാത്രം തുകയാണ് വീണ്ടെടുക്കാനും കഴിഞ്ഞത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ മാർ കുർലോസിനെ സംബന്ധിച്ച് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികളിലേക്ക് എത്തുക, ഈ പണം തിരികെ
കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? പോലീസ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ നടപടി എങ്ങനെയാണ്? ടോം, ഈ ഓൺലൈൻ തട്ടിപ്പ് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇത്തരം കേസുകളെല്ലാം ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഈ പണം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇത്തരം പ്രതികളിലേക്ക് എത്തിച്ചെല്ലാനായിട്ട് ഒരുപാട് നൂലാമാലകളുണ്ട്. സൈബർ കേന്ദ്രങ്ങൾക്ക് സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. പക്ഷേ എത്തരത്തിൽ അന്വേഷണം നടത്തിയാലും ഈ തട്ടിപ്പ് നടത്തിയ പണങ്ങൾ പലവും ഈ തട്ടിപ്പിനിരയായവർക്ക് തിരിച്ചു ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. അത് നമുക്ക് നേരത്തെ സമാനമായ തട്ടിപ്പുകളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാവും. ഈ കുർലോസിനെ തട്ടിപ്പ് നടത്തിയ ഈ നരേഷ് ഗോയൽ എന്ന് പറയുന്ന സൈറ്റിൽ അവർ പരിശോധിക്കുമ്പോൾ സമാനമായ രീതിയിൽ മുംബൈയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടായ 37 വയസ്സുള്ള യുവതിയും സമാനമായ രീതിയിൽ സംഘം തട്ടിച്ചിട്ടുണ്ട്. അതായത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 37 ലക്ഷം രൂപയാണ് അവരിൽ നിന്നും ഈ സംഘം തട്ടിയെടുത്തത്. അത് ഇന്നലെ ഈ തട്ടിപ്പ് നടന്നതിന് ശേഷം ഈ കുർലോസിന്റെ അഡ്വക്കേറ്റും കുർലോസും കൂടെ ഈ സൈറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ സംഘം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പണം തിരിച്ചു കിട്ടുക, ഈ പ്രതികളിലേക്ക് എത്തുക എന്ന് പറഞ്ഞ പോലീസിനെ സംബന്ധിച്ച് വലിയ പരിശ്രമം എടുക്കേണ്ട, കാരണം ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പുകൾ പഴുതുകൾ അടച്ചുള്ള രീതിയിലാണ് ഈ സംഘം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ ഓൺലൈനിൽ കൂടെ വരുന്ന സർട്ടിഫിക്കറ്റും റെസിപ്റ്റുകളും ഒക്കെ വാട്സപ്പിൽ കൂടെയാണ് ഇവർ പലപ്പോഴും സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഈ ഇവരിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ പോലീസിന് ഒരു ശ്രമകരമായ ഒരു ജോലി കൂടിയുണ്ട്. എന്തായാലും പണം തിരിച്ചു ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഒരു ഇക്കാര്യത്തിൽ വളരെ ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ്. എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. കുർലോസ് പറയുന്നത് പണം നഷ്ടമായെങ്കിൽ പോലും സാധാരണപ്പെട്ട ആളുകൾ ഇത്തരം കെണികളിൽ വീഴാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നത് എന്നാണ് കുർലോസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഓരോ സമയമുള്ള പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായും അത് വളരെ മാതൃകാപരമാണ്. കാരണം സാധാരണ ആളുകൾ തട്ടിപ്പിന് ഇരകളായി കഴിയുമ്പോൾ പലരും മാനഹാനി കാരണം പുറത്തു പറയാറില്ല. പക്ഷേ മാർ കുർലോസ് ഈ വിഷയം പൊതുസമൂഹത്തെ അറിയിക്കുന്നത് ഇതുപോലുള്ള തട്ടിപ്പിൽ ഇരകളാകാതിരിക്കാനാണ്. കാരണം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നത്. നമ്മൾ ഹൈടെക് കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന ഒരു കള്ളനെ കുറിച്ചുള്ള വാർത്തയാണിനി. കാസർഗോഡ് ആണ് ഈ പ്രതി പിടിയിലായത്. കോഴിക്കോട് സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്നും കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 15-ലേറെ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ സനൽ. കാസർഗോഡ് കോടതികളിൽ സൂക്ഷിക്കുന്ന തൊണ്ടി മുതലാണ് പ്രതി കൂടുതലായും ഉന്നം വെക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൂഗിൾ മാപ്പ് നോക്കും. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കോടതി, പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അവിടെ പോയി മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു പ്രകൃതം. ഇതിനു മുമ്പും കാസർഗോഡ് കോടതിയിൽ വരാൻ ഇയാളുടെ ശ്രമം നടത്തി. അന്ന് പോലീസ് ജീപ്പ് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ഒരു കോടതിയിൽ കയറിയപ്പോൾ തൊണ്ടി മുതൽ റൂമിൽ നിന്നും 4 പവനോളം സ്വർണ്ണമയക്ക് കിട്ടി. അങ്ങനെയാണ് കോടതിയിൽ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷണ വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകുക. അങ്ങനെയാണ് ഈ കോടതിയിലേക്ക് കയറാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ 3 മോഷണങ്ങൾ നടന്നു. അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ SHO പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്തൊരു ടീമുണ്ടാക്കി. ആ ടീം ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഒരു CCTV വിഷ്വൽസ് കിട്ടി. അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ ഇന്നലെ ഈ കേസിലെ പ്രതി, അതായത് സനീഷ് ജോർജ് അല്ല സനിൽ എന്നറിയപ്പെടും, അയാളെ ഇന്നലെ അങ്കമാലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ടൗണിൽ നടന്ന ഈ 3 മോഷണ കേസുകളും അയാൾ തന്നെയാണ് ചെയ്തത്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് 12ഓളം കേസുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. മൊത്തം 15 കേസുകൾ അയാൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ തീക്കട്ടയ്ക്ക് ഉറുമ്പരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ് കോടതികളിൽ നിന്നും മോഷണം നടത്തുന്ന, അതും ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ചാ പരമ്പര നടത്തുന്ന ഒരു കള്ളൻ. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്?
തീർച്ചയായും ടോമെ, സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ജീവിതമാണ് ഈ പ്രതിയുടേത്. 18-ാം വയസ്സിലാണ് ഇയാൾ ഇത്തരത്തിൽ മോഷണം ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു ഇയാളുടെ ഈ മോഷണ പരമ്പരയൊക്കെ നടന്നത്. അതായത് ഈ കവർച്ച നടത്തേണ്ട സ്ഥലം, സ്ഥാപനം, ഇതൊക്കെ ഇയാൾ ഗൂഗിൾ മാപ്പിൽ തിരയും. അതിനുശേഷം അവിടെ കവർച്ച നടത്തും. പ്രധാനമായും ഇയാൾ കോടതി കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ, അതായത് വയനാട്, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെല്ലാം ഇയാൾ ഈ കോടതിയിൽ ഇത്തരത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ജില്ലാ പോലീസ് മേധാവി തന്നെ സൂചിപ്പിച്ച കാര്യം, ഇയാൾ ഒരു കോടതിയിൽ കയറിയപ്പോൾ ഇയാൾക്ക് 4.5 പവനോളം സ്വർണം, അവിടെ നിന്ന് തൊണ്ടി മുതലായി സൂക്ഷിച്ച സ്വർണം അയാൾക്ക് ലഭിക്കുന്നു. പിന്നീടാണ് ഈ കോടതി കേന്ദ്രീകരിച്ചുള്ള ഈ കവർച്ച ഇയാൾ പതിവാക്കിയത്. ഏതായാലും ഇയാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18-ാം വയസ്സിലാണ് ഇയാൾ അടക്ക മോഷ്ടിച്ച് ഈ കവർച്ച ഇതൊരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് വീട്ടിൽ പിതാവുമായി തർക്കം ഉണ്ടാവുകയും അവിടെ നിന്നും വീട് വിട്ടിറങ്ങി കടപരാന്തിയിലൊക്കെ അന്തിയിറങ്ങി ചെറിയ മോഷണം നടത്തി വരവേ ഇയാൾ പലപ്പോഴും പിടിയിലാകുകയും ഈ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ജയിലിൽ നിന്നും ഇയാൾ കുറെ സൗഹൃദങ്ങൾ, ഇത്തരത്തിൽ മോഷ്ടാക്കളുമായി കുറെ സൗഹൃദം പങ്കുവച്ച് അവരുമായും ഈ ഇത്തരത്തിലുള്ള കവർച്ച നടത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. ഏറ്റവും ഒടുവിലായി ഈ കേസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് പോലീസ് പറയുന്നത്. വിദേശത്ത് പോയപ്പോൾ 6 മാസത്തിനകം തന്നെ അവിടെ കമ്പനി പൂട്ടുന്ന ഒരു സാഹചര്യവും പിന്നീട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഇടയാകുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇതിൽ സ്ഥിരമായി ഈ കവർച്ച എന്ന ഒരു രീതിയിലേക്ക് പോയത്. ഏതായാലും ഏറ്റവും അവസാനമായി നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ കവർച്ച നടത്തുന്ന സംഭവം, അതിനെ പ്രതിയെ പിടികൂടാനാവാത്ത സംഭവം. ആ ഒരു വാർത്ത തന്നെയാണ് പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ പോലീസിനെ പ്രേരിപ്പിച്ചതും. ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി മനസ്സിലാക്കി പ്രത്യേക സ്ക്വാഡാക്കി രൂപീകരിച്ച് ഇത്തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഈ CCTV ദൃശ്യമാണ് നിർണായക തെളിവായത്. ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ പല കോടതികളിലും കവർച്ച നടത്തിയത് ഇയാളാണെന്ന് കണ്ടെത്തുകയും മാത്രമല്ല 15 കേസുകളാണ് നിലവിൽ ഇയാൾക്കുള്ളത്. അതിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും 3 കവർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഇയാൾ തന്നെ നടത്തിയത്. ഇതിൽ ഒരു മരമില്ലിൽ 3 ലക്ഷം രൂപയാണ് ഇയാൾ കവർച്ച നടത്തിയത്. പിന്നീട് മറ്റൊരു സ്ഥലത്തും കവർച്ച നടത്തി. 1 മാസം മുമ്പ് ഹോസ്ദുർഗ് കോടതിയിലും ഇയാൾ ഒരു കവർച്ചാ ശ്രമം നടന്നിരുന്നു. പക്ഷേ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, സ്കൂളുകൾ, ഇത്തരം സ്ഥലങ്ങളാണ് ഇയാൾ പ്രധാനമായും ഇയാൾ കവർച്ച നടത്താൻ തെരഞ്ഞെടുക്കുക. കാരണം രാത്രി ഇത്തരത്തിൽ ആരുമില്ലാത്ത ഒരു സ്ഥലങ്ങൾ, അവിടെ കവർച്ച നടത്തും. അത്തരത്തിൽ കിട്ടുന്ന പണം കൊണ്ട് ഇയാൾ സിനിമ കാണുക, അത്തരത്തിൽ ഹോബി, അതാണ് ഇയാളുടെ പ്രധാന ഹോബി എന്നാണ് പോലീസ് പറയുന്നത്. സിനിമ കാണും, അതുപോലെ തന്നെ കടത്തിണ്ണയിലൊക്കെ കിടന്ന് ആ രീതിയിൽ ജീവിക്കുക. ഇപ്പോൾ ഏറ്റവും അടുത്തായാണ് ഈ തൊട്ടിൽപ്പാലത്ത് ഒരു വാടക വീട്ടിൽ ഇയാൾ താമസം ആരംഭിച്ചത്. അവിടെ നിന്നാണ് ഇയാൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി മലബാർ കേന്ദ്രീകരിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. ഈ പ്രതി കൂടുതൽ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബൈജു തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് കാസർഗോഡ് ജില്ലയിലെ കവർച്ചാ പരമ്പരകളെ കുറിച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന ജില്ലകളിൽ ഒന്നുകൂടിയാണ് കാസർഗോഡ്. പക്ഷേ പല കേസുകളിലും പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതില്ല. എന്തായാലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന ഈ സനീഷ് ജോർജിനെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മറ്റ് കവർച്ചാ കേസുകളിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ബൈജു? തീർച്ചയായും ഇത് ഒരു തലവേദന തന്നെയായിരുന്നു പോലീസിന് ഈ സനീഷ് ജോർജ്. കാരണം ഇയാൾ വീണ്ടും ഒരു മോഷണം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പളിയിലാണ് വലിയൊരു കവർച്ച, 50 ലക്ഷം രൂപ ഇത്തരത്തിൽ ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം പട്ടാപ്പകൽ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. മാത്രമല്ല ആ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ കവർച്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 2 or 3 വീടുകളിൽ ഇത്തരത്തിൽ കവർച്ചാ ശ്രമവും ഉണ്ടായി. അത്തരത്തിൽ വലിയ തോതിൽ കവർച്ചക്കാർ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായി വിലസുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ പ്രതികളെയൊന്നും ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇതിലേറ്റവും പ്രധാനം ഈ കോടതിയിൽ ഇത്തരത്തിൽ എത്തിയ ഈ പ്രതിയുടെ CCTV ദൃശ്യം കൃത്യമായി പോലീസിന് ലഭിച്ചിരുന്നു. അതും ആ പ്രതിയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. മറ്റ് കേസുകളിൽ, അതായത് മഞ്ചേശ്വരം ഈ അതിർത്തി പ്രദേശങ്ങളിൽ മംഗളൂരുവിൽ നിന്നൊക്കെ എത്തി അത്തരത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ നിരവധി ഈ ഭാഗത്തുണ്ട്. അവരൊന്നും ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഈ കേസ് തെളിയിക്കാനായത്, ഈ കേസിലെ പ്രതിയെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ പ്രതിയെ പിടികൂടിയപ്പോൾ വാർത്താ സമ്മേളനവും മറ്റും വിളിച്ചു ചേർത്തത്. കാരണം കഴിഞ്ഞ ദിവസം ന്യൂസ് 18-നാണ്
പുറത്തുവിട്ടത്. ഇത്തരത്തിൽ കവർച്ച കാസർഗോഡ് ജില്ലയിൽ പെരുകുന്നു എന്ന സംഭവം മഴയാണ് പ്രധാനമായും മറയാക്കി ഇത്തരത്തിൽ കള്ളന്മാർ മോഷ്ടാക്കൾ ഇത്തരത്തിൽ വ്യാപകമായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതര ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മോഷ്ടാക്കളൊക്കെ ഇത്തരത്തിൽ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്നു. ഇവർ ഈ പ്രധാനമായും ഇവിടെ നിന്നും കവർച്ച നടത്തി കർണാടകയിലേക്ക് അടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലേക്കാണ് ഇവർ പോവുക. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം മോഷ്ടാക്കൾ ജയിലിൽ പിടിക്കപ്പെട്ടാൽ അവിടെ സൗഹൃദം സ്ഥാപിച്ച് അത്തരത്തിൽ വലിയ തോതിൽ മോഷണം പദ്ധതിയിടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇതുപോലെ ജയിലിൽ വെച്ചുള്ള കൂട്ടുകെട്ടാണ് പലരെയും വീണ്ടും തുടർച്ചയായി ഇത്തരം മോഷണ പരമ്പരകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ കാസർകോട്ടെ ഗൂഗിൾ മാപ്പ് നോക്കി കവർച്ച നടത്തുന്ന കള്ളനെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ത്യ സഖ്യം ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക് मीडिया का अंदर में काफी चर्चा हुई है। ये केस जो मैं आपको बताने वाला हूं, तमिलनाडु के अंदर में तिरुचेंतुराई इन तिरुचिरापल्ली डिस्ट्रिक्ट है तमिलनाडु में। वहां 1500 साल पुराना सुंदरेश्वर टेम्पल मंदिर वहां मौजूद थे और वहां बेचारे एक वहां के गांव में रहने वाले उसको पता भी नहीं है, वो अपना जमीन बेचने के लिए 1.2 एकड़ जो बेचने के लिए गए तो आप बताया गया कि आपका गांव तो वक्फ का जमीन है। आप सोचिए पूरा गांव को वक्फ प्रॉपर्टी डिक्लेयर कर दिया गया है। आप सोचिए वो गांव का इतिहास 1500 साल पुराना है और सारे के सारे गांव को वक्फ का प्रॉपर्टी डिक्लेयर कर दिया गया है। इस तरह का जो चीज होते हैं इसमें धर्म मत देखिए, धर्म मत देखिए। इसको इस देश का नागरिक होने के नाते विशेष रूप से हम लोग सब सांसद है इस सदन में, मेंबर ऑफ पार्लियामेंट होने के नाते ये कौन सा स्टेट है, तमिलनाडु हो या उत्तर प्रदेश हो, ये मत देखिए। ये कैसा इस तरह का घटना हो गया कि आपको ये चिंता नहीं होते? आपको ये सब घटना सुन करके ये चिंतित होना तो स्वाभाविक होना चाहिए। सर ये सुन नहीं पा रहे हैं और विषय को भटकाने के लिए तरह तरह का बातें यहाँ किया जा रहा है। सर सूरत म्युनिसिपल कॉर्पोरेशन के बारे में सोचिए, ये सब कोई प्राइवेट लैंड तो है नहीं। सूरत म्युनिसिपल कॉर्पोरेशन का पूरा हेडक्वार्टर को वक्फ प्रॉपर्टी डिक्लेयर कर दिया गया है। आप सोचिए सर ये कैसे कर सकता है? आप सोच सकते हैं क्या? देखिए मैं बाय डेफिनेशन मैं एक बौद्ध हूं, मैं हिंदू भी नहीं हूं, मैं मुस्लिम भी नहीं हूं, मैं क्रिश्चियन भी नहीं हूं, लेकिन मैं सब धर्म को मानता हूं। लेकिन इसको आप लोग बार बार धर्म को लेकर के मत देखिए। कोई भी इस देश का नागरिक सरकारी जो म्युनिसिपल कॉर्पोरेशन क्या किसी का प्राइवेट प्रॉपर्टी है? म्युनिसिपल प्रॉपर्टी का जमीन आप कैसे वक्त डिक्लेयर कर सकते हैं सर? राजा आप बैठिए, डिस्टर्ब मत कीजिए, फायदा नहीं है, मैं अभी यील्ड नहीं करूंगा। सर मैंने शांति से आप लोगों का बात सुना है। सर कर्नाटका स्टेट का तो कमाल है सर, आप सुनिए ध्यान से। कर्नाटका स्टेट का 2012 में कर्नाटका माइनॉरिटी कमीशन का रिपोर्ट का सुनिए। जो रिपोर्ट मेरे सामने में आए हैं 2012 में कर्नाटका स्टेट माइनॉरिटी कमीशन की रिपोर्ट में कहा गया कि कर्नाटका वक्फ बोर्ड ने 29,000 एकर्स ऑफ लैंड को कमर्शियल पर्पस में कन्वर्ट कर दिया। और इसको अगर आप हिसाब किताब करोगे तो आप समझ सकते हैं। लेकिन सबको मालूम है वक्फ प्रॉपर्टी को किस पर्पस में आप इस्तेमाल कर सकता है। ये रिलीजियस पर्पस के लिए, चैरिटेबल पर्पस के लिए और पायस पर्पस के लिए यूज कर सकते हैं, लेकिन मनमानी कर रहे हैं। तो एक कर्नाटका स्टेट वक्फ बोर्ड का इतना मनमानी कर रहे थे
तो कम से कम बाकी तो नहीं सही, कम से कर्नाटका से सीधा कांग्रेस एमपी तो कम से कम बोले ना इसमें। ये आंखों के सामने में इतना बड़ा घपला हो रहा है सर। एक इंडिविजुअल केस फिर मैं साइड करना चाहता हूं, डॉक्टर बारिये बुशरा फातिमा का केस सर। ये लखनऊ का है अखिलेश जी, और ये शायद आप मुख्यमंत्री थे तो उस समय ये आपको किसी ने बताया नहीं क्या? बेचारे वो महिला अपने बच्चे के साथ में किस मुश्किल हालात में जी रहे हैं, किस मुश्किल हालात में जी रहे हैं। लेकिन अगर हम वक्फ बोर्ड का जो अभी सिस्टम है अगर अमेंडमेंट नहीं किया गया तो जो प्रॉपर्टी इनका पिताजी जो अगर गुजर जाएंगे तो ये सारा प्रॉपर्टी उसको और उसको बच्चे को नहीं मिलेंगे। तो क्या हम इंटरवेंट नहीं करना चाहिए ऐसे समय में? उनको इंसाफ देने के लिए क्या हमको कदम नहीं उठाना चाहिए? तो इसलिए सर ये इसमें आप धर्म को मत जोड़िए, इंसाफ की नजर से देखिए सर। सर देखो ये कांग्रेस वाले का यही प्रॉब्लम है, सवाल उठाया और जब मैं क्लैरिफिकेशन दे रहा हूं फिर बताते हैं कि इसको कमेटी में चर्चा करेंगे। सर इल्जाम लगा करके भागने का कोशिश मत करो सर हमारे पास में मैं समझता हूं पार्लियामेंट्री कमेटी में देखिए सर अध्यक्ष महोदय, मेरा जवाब के बाद हम क्या करना है आपके परमिशन से हाउस का सेंस से लेकर के आगे हम बढ़ेंगे। मगर जो इन्होंने इतना मेंबर्स आपके परमिशन के बाद बोला, झूठे बातें प्लस भ्रम फैलाया, असत्य बात है, असत्य है, ठीक है। उनका ऑब्जेक्शन वाजिब है, झूठ शब्द प्रयोग यहाँ नहीं हो सकता, सत्य नहीं है ऐसी बातें जो बताए इससे रिप्लेस कर लेंगे। सर तो सर वो बात अभी गृह मंत्री जी ने भी क्लैरिफाई किया है। असत्य और भ्रामक बोल दीजिए ना। असत्य आप बात किया वो आप भी मान लीजिए असत्य है सर। और भ्रामक जो प्रोविजन मेन कंटेंट का जो प्रमुख बिंदु है उसको आपको बता करके अपना बात को समाप्त करूंगा सर। इस बिल में सर जो टाइटल है ये टाइटल को हमने चेंज किया है सर। टाइटल इसलिए है कि जब बिल पेश करता है तो उसका एक फ्यूचरिस्टिक विजन और इंटेंट सामने में आना चाहिए सर। अब ये बिल आज जो पेश किया जा रहा है उसका नाम होगा यूनाइटेड वक्फ एक्ट मैनेजमेंट एम्पावरमेंट एफिशिएंसी एंड डेवलपमेंट एक्ट 1995, शॉर्ट में उम्मीद। इसलिए मैं उम्मीद करता हूं कि आप जरूर इस बिल के प्रावधानों को समझते हुए आप पुरजोर समर्थन करेंगे सर। एक टाइटल जो है हमने डेफिनेशन में जो चेंज कर रहे हैं, जो भी किसी भी प्रॉपर्टी को जो अगर आप डिक्लेयर करना चाहते हैं तो डिक्लेयर करने का आपका अधिकार तो होना चाहिए। 2019 में जो चेंज किया वो बहुत डेंजरस था सर। 2013 में क्या किया, कोई भी आदमी वक्फ डिक्लेयर कर सकता है। हमने कहा बिल्कुल नहीं कर सकते हैं, जो मुसलमान है वही वक्फ क्रिएट कर सकते हैं और नॉन मुसलमान नहीं कर सकते। नहीं तो सर ये फ्यूचर में जब जवाब देते समय हम डिटेल बोलेगा कि इसका डेंजरस कॉनोटेशन क्या हो सकता है। और किसी को भी आप वक्फ टाइटल डिक्लेयर करने के लिए इजाजत देंगे तो फिर ये कैसे हो सकता है सर। इसलिए हमने पुराना सिस्टम, ये 2013 का हम पुराने सिस्टम में पुराना डेफिनेशन में वापस जा रहे हैं सर। अब सर इन्होंने
इन्होंने कलेक्टर्स के बारे में काफी आपत्तिजनक उन्होंने याद दर्ज कराया। कलेक्टर जो डिप्टी कमिश्नर होते हैं, क्या कोई पर्टिकुलर पॉलिटिकल पार्टी अपॉइंट करते हैं क्या? वो रेवेन्यू उसी के पास रहते हैं जी। रेवेन्यू का रिकॉर्ड कलेक्टर के पास ही रहते हैं सर। और ये बोलते हैं कि कलेक्टर के पास ये रेवेन्यू वाला काम कलेक्टर को नहीं देना चाहिए। तो कलेक्टर का काम क्या है बताइए फिर? आप बताइए। कलेक्टर बनाया इसलिए रेवेन्यू रिकॉर्ड देखने के लिए। मुझे समझ में नहीं आया किस चीज को विरोध कर रहे हैं सर। ये रेवेन्यू ऑफिसर होता है सर। इसलिए सर जब सर्वे कमिश्नर का कामकाज को लेकर के इतना जो रिकमेंडेशन मैंने बताया, वो ऑब्जेक्शन सिर्फ हमने नहीं किया, जितना कमेटियां आपने बनाए हैं, पार्लियामेंट्री कमेटी, ज्वाइंट कमेटी बनाया, पार्लियामेंट में क्वेश्चंस आया है, अलग अलग तरीके से रिप्रेजेंटेशन आया है, ये सब आपके समय के हैं। उसी समय में ही सचर कमेटी बनी है। उसी ने कहा है कि ये प्रॉब्लम सर्वे कमिश्नर में है, इसलिए रेवेन्यू रिकॉर्ड का साथ जोड़ के सारा प्रॉपर्टी का वैलिडेशन होना चाहिए और जिला कलेक्टर को इसमें लाना चाहिए। ये आप ही का रिपोर्ट है, हम तो सिर्फ इंप्लीमेंट कर रहे हैं सर। इसलिए इतना उत्तेजित होकर के आप लोगों को यहां अपोज करने का कोई जरूरत नहीं सर। सर दूसरा सर, इस प्रावधान, इस बिल में हमने जो एक प्रावधान रखा है, ट्राइब्यूनल्स जो बने हैं, हम ट्राइब्यूनल को खत्म नहीं कर रहे हैं। पहले ट्राइब्यूनल में 3 मेंबर होते थे, अब हम प्रावधान रख रहे हैं कि इसमें एक जुडिशियल और एक टेक्निकल मेंबर होगा। और अगर वो समझ में नहीं आया, मैं अभी सर उसमें हमने ये कहा है कि जो टेक्निकल मेंबर है, अगर वो एब्सेंट होता है तो एक जुडिशियल सर इन